നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനി രത്ന പൊതുമേഖലാ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനി രത്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഇവിടെ ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പല ഡിസിപ്ലിനിലുണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ഒഴിവുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വേക്കൻസിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിന്റെ 13 ഒഴിവുകളാണുള്ളത്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമാൻ റിസോഴ്സസിന്റെ 66 ഒഴിവുകളും ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ 4 ഒഴിവുകളുമാണ് ഉള്ളത്. ഇത്രയും ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒഴിവുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് വേരി ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. 2 പോസ്റ്റുകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബിരുദം, അത് ഫയർ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, അല്ലാതെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമാൻ റിസോഴ്സസിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് MBA, 2 വർഷത്തെ ഫുൾ ടൈം MBA ആയിരിക്കണം. അതിൽ സ്പെഷ്യലൈസേഷൻ ഹ്യൂമാൻ റിസോഴ്സ് മാനേജ്മെന്റോ HRD ഹ്യൂമാൻ റിസോഴ്സ് ഡെവലപ്മെന്റോ അതുപോലെ പേഴ്സണൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ ലേബർ വെൽഫെയർ, ഇതിൽ ഏതെങ്കിലും ഉള്ള സ്പെഷ്യലൈസേഷനുള്ള 2 വർഷത്തെ ഫുൾ ടൈം MBA പാസ്സാവരായിരിക്കണം. ഇതിനും എക്സ്പീരിയൻസ് ആവശ്യമില്ല. മൂന്നാമത്തെ പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ളതാണ്. അതിന് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം, അതിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദി ഒരു ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഹിന്ദിയും ഇംഗ്ലീഷും കമ്പൽസറി ആയിട്ട് എലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഡിഗ്രി ലെവലിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൽ 2 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിലേഷൻ ആയിട്ടുള്ള ഇംഗ്ലീഷിന് ഹിന്ദിയിലേക്കും ഹിന്ദിയിൽ ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഇതിനേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നവരെ ഓർത്തിരിക്കുക. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയൊക്കെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലൊക്കെ മാർക്കൊന്നും റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടില്ല. പാസ് മാർക്ക് ഇനഫ് ആണ്. അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർക്കുള്ളവർക്കും ഉൾപ്പെടെ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. 27 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 18-ന് 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രീമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പ്രായം കാൽക്കുലേറ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. മാർച്ച് 18, 2025 അടിസ്ഥാനമാക്കി ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് 2025 ഫെബ്രുവരി 17 മുതലാണ്. 17 തിങ്കളാഴ്ച മുതൽ മാർച്ച് 18 വരെയാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും സമയമുണ്ട്. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിരിക്കത്തില്ല. അപ്പൊ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.ai.aero എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ള. മാർച്ച് 17-ന് ലിങ്ക് ഓപ്പൺ ആവുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 17 മുതൽ മാർച്ച് 18 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 1 മാസം സമയമുണ്ട്. റെമ്യൂണറേഷൻ ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ, ബേസിക് പേയോടൊപ്പം DNS അലവൻസും മറ്റ് അലവൻസുകളും ഒക്കെ ഉണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ടാകും. എല്ലാം കൂടെ പ്രതിവർഷ സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. 13 ലക്ഷമെങ്കിലും മിനിമം സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ട്. അതായത് 1 ലക്ഷത്തിൽ കൂടുതൽ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. CTC പറഞ്ഞിട്ടുള്ളത് പ്രതിവർഷം 13 ലക്ഷം രൂപയായിരിക്കും CTC കോസ്റ്റ് കമ്പനിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ക്ലോസിംഗ് ഡേറ്റ് ആയ മാർച്ച് 18 വരെ അറ്റൈൻ ചെയ്തവർ മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് സ്ക്രീൻ ചെയ്യുന്നവരെ ആയിരിക്കും. റിട്ടേൺ ടെസ്റ്റിന് വിളിക്കും. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്നാളുള്ളവർക്ക് പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.ai.aero എന്നുള്ള വെബ്സൈറ്റിലെ കരിയേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത്
വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്തിരിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും ഒക്കെ ചെക്ക് ചെയ്യണം. കാരണം ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇമെയിലായിരിക്കും വരിക. അതേപോലെ നമ്മൾ വെബ്സൈറ്റും ഇടയ്ക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റൂടെ സന്ദർശിക്കുക. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അതേപോലെ സിഗ്നേച്ചർ ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനെല്ലാം 1000 രൂപയാണ് അപേക്ഷാ ഫീസ്, GST ഉൾപ്പെടെയാണ്. എന്നാൽ അത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കണം. എന്നാൽ SC ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അതുപോലെ എയർപോർട്ട് അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. വനിതകൾക്കൊന്നും ഫീസ് ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നവരെ മനസ്സിലാക്കുക. ബാക്കി എല്ലാവരും 1000 രൂപ ഫീസായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്തരം തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, 2025 ഫെബ്രുവരി 17 മുതൽ മാർച്ച് 18 വരെയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഫെബ്രുവരി 17 മുതൽ ലിങ്ക് ഓപ്പൺ ആകത്തുള്ളൂ. www.aai.aero എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. മാർച്ച് 18 അവസാന തീയതി എന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.